സോ എല്ലാവർക്കും ഡിബ്രോസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ മച്ചം വരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണ DNA എന്ന് പറഞ്ഞ മൂവിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ്. സോ ഈ ഒരു സിനിമയിൽ ഞാൻ ഇതിൻ്റെ ടൈറ്റിലൊക്കെ വായിച്ചപ്പോൾ നിമിഷ വിജയൻ മാത്രമാണ് എനിക്ക് ഇതായിട്ട്, അതായത് എനിക്ക് അറിയാവുന്ന ആളായിട്ട് തോന്നുന്നുള്ളൂ. പക്ഷേ ബാക്കി ആരൊക്കെയാണ് നമുക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അല്ലാണ്ട് എനിക്ക് സിനിമയെ പറ്റി ഒരു അറിവുമില്ല. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു സിനിമേൻ്റെ ട്രെയിലർ റിലീസായെന്ന് തന്നെ കാണുന്നത്. സോ എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. DNA അഥർവ എന്നൊക്കെ പറഞ്ഞൊരു പുള്ളിക്കാരുണ്ട്. ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു പിടുത്തമില്ല അതാരാണെന്ന്. എന്നാൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. DNA എന്നാണ് സിനിമയുടെ പേര്. എനിക്കൊന്ന് മെഡിക്കൽ ത്രില്ലറോ എന്തോ ആണെന്ന് തോന്നുന്നു. ഓ റെഡ്ജിൻസ് തമിഴ് മൂവിയാണ് കേട്ടോ. ഓക്കെ, അഥർവ. ഓനെ എവിടെ കണ്ടിട്ടുണ്ട്, മറന്നുപോയി. അഥർവ മറ്റേ ഇതിലാ ഇമേക്കിനൊടികളിലാ நயன்தாரா இருக்கிற பொண்ணுங்களுக்கு வரணும் அமையறதே ரொம்ப கஷ்டமா இருக்கு. உன்ன மாதிரி உதவாக்கற நான் என்ன எவனா வருவா? உங்களுக்கு என்ன பிடிச்சிருக்கு தானே? ஓகே, 2 sex for better. நம்ம பாப்பா என்ன மாதிரி பிறந்தா ഫാമിലി മൂവിയാണെന്ന് பாத்துப்பல்ல. ഓ ഇങ്ങനെ ഇരുന്നാവും എങ്ങനെ അങ്ങനെ ഏത് സം ട്രാജഡി ഹാസ് ഹാപ്പൻ. ഓ ப்ரீவியஸா மென்டல் இல்னஸ் இருந்ததா? கல்யாணத்துக்கு அப்புறம் அப்படி ஒண்ணு இல்ல டாக்டர். என்னவே பார்க்கணும். திவ்யா என்ன பറ്റി திவ்யா என்ன பറ്റി அப்போ அது வந்து போஸ்ட் பார்ட்டம் சைக்கோசிஸா இருக்கலாம். இந்த ரிப்போர்ட் டாக்குமெண்ட் போய் சொல்லுமா? அப்ப நான் போய் சொல்றேனா? கிரைமா இல்ல சிவிலா? சொல்லானு. கிரைம் ஜெயில இருந்து எவனா வந்து காணான்னு பாத்தியா? ஸ்கெட்ச் போடுறது, பிளான் போடுறது ஜெயிலில் தான் நடக்கும். தொழில் முறையாக செய்கிறவன் இதை செய்யல சார். அடா ഈ പുള്ളിക്കാരൻ ഒരുപാട് നാളെ കണ്ടിട്ട്. ஹாஸ்பிடலுக்கு ஃபேவரா தான் ரிப்போர்ட் கொடுத்திருக்காங்க. திவ்யா நீ சொல்றதுக்கு யாரும் நம்ப மாட்டேன்றாங்க. எனக்கு மத்தவங்கள பத்தி கவலை இல்ல ஆனந்த். இதெல்லாம் செய்யலன்னா செத்துருவாடா. ഓക്കെ, ഈ BGM ഓ സിനിമയിലുണ്ടല്ലോ. ഓ DNA 72 hours. അതെന്താ 72 hours എന്ന് എഴുതിയിരുന്നത് നിങ്ങൾ DNA-ൽ? ആക്ച്വലി എസ്പെഷ്യലി ഈ ഒരു സിനിമേനെ പറ്റി ആക്ച്വലി ഇതൊരു മെഡിക്കൽ ത്രില്ലർ മൂവിയാണ്. സോ എന്തോ 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 എനിക്ക് തോന്നുന്നത് മിക്കവാറും എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. സോ എന്തായാലും ട്രെയിലറിൻ്റെ കട്ടും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കിട്ടിയിലും ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻ ഇതിലുള്ള ആരും എനിക്കറിയില്ല, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. ഞാൻ കണ്ടതാണ് ജയന്തി അംബേദ്കർ. അതിൻ്റെ ഡയറക്ടറാണ് നെൽസൺ വെങ്കടേശൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഡയറക്ടർ. ഓ ജിബ്രാനാണ് മ്യൂസിക്, അറിയാലോ നമ്മളെ വലിമയല്ല, വലിമയല്ലേ? പക്ഷേ ഇല്ലല്ല സോറി, വലിമ കഴിഞ്ഞൊരു പടം അല്ല, അജിത്തിൻ്റെ ഒരു പടം മ്യൂസിക് ചെയ്തേക്കണതാണ്, മറ്റേ ബാങ്കിൽ അത് കൊള്ളടിക്കണം. സോ അതിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. സോ ഇതിൻ്റെ ഒരു എഡിറ്റ് സാബു ജോസഫ്. ഇതാര് ട്രെയിലർ ആരെ കട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. സോ അതിലും എഡിറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ട്രെയിലറും ഗംഭീരമായിട്ടുണ്ട്. സോ ട്രെയിലറിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എൻ്റെ അഭിപ്രായം മാത്രമല്ലല്ലോ, നിങ്ങൾക്കും പ്രത്യേക ടേസ്റ്റ് അല്ലേ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.